നമസ്കാരം. ക്രിക്കറ്റ് ലോകത്തിന് പുതിയ ചില സൂപ്പർ സ്റ്റാറുകളെ സമ്മാനിച്ചാണ് ഓരോ IPL സീസണും കടന്നു പോകുന്നത്. അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറുകളായിരുന്നവർ നിറം മങ്ങി മടങ്ങുന്നതും നാം കാണാറുണ്ട്. 2026 സീസണിലേക്ക് എത്തുമ്പോൾ വ്യക്തമായ പ്ലാനുകൾ ഓരോ ഫ്രാഞ്ചൈസികൾക്കും ഉണ്ട്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷങ്ങൾ മാത്രം മുടക്കി യുവതാരങ്ങളെ ചില ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കിയപ്പോൾ കോടികൾ മുടക്കി വമ്പന്മാരെ എടുത്ത് അബദ്ധമായി പോയ ചില ഫ്രാഞ്ചൈസികളും ഉണ്ട്. ഈ സീസണിൽ വാഴാൻ സാധ്യതയുള്ള ചെറുമീനുകളും വീഴാൻ സാധ്യതയുള്ള വമ്പന്മാരും ആരൊക്കെയാകും എന്ന് നോക്കാം. യുവതാരങ്ങളെ ഉപയോഗിച്ചുള്ള സർപ്രൈസ് പദ്ധതികളാണ് ഇത്തവണ ഭൂരിഭാഗം ടീമുകളും മെനയുന്നത് എന്ന് കാണാൻ സാധിക്കും. താരതമ്യേന കുറഞ്ഞ പ്രതിഫലം വാങ്ങി വന്ന ചിലർ അത്ഭുത പ്രകടനം നടത്തി സീസണിലെ തന്നെ സൂപ്പർ സ്റ്റാറുകളാകാനും സാധ്യതയുണ്ട്. ഈ ലിസ്റ്റിലെ ആദ്യ താരം ഉർവിൽ പട്ടേലാണ്. ചെന്നൈ സൂപ്പർ കിങ്സിലാണ് ഉർവിലിനുള്ളത്. 2026 സീസണിൽ യുവതാരങ്ങളിൽ പലരും കോടികൾ വാങ്ങിക്കൂട്ടിയപ്പോൾ വെറും 30 ലക്ഷം രൂപയ്ക്കാണ് ഉർവിൽ CSKയിൽ കളിക്കുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഉർവിലാകും ഈ IPLൽ ഏറ്റവും ശ്രദ്ധേയനാകാൻ സാധ്യതയുള്ള യുവതാരം. സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ 28 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് ഉർവിൽ പട്ടേൽ. ഏത് ഘട്ടത്തിലും സമ്മർദ്ദമില്ലാതെ ബാറ്റ് ചെയ്യുന്ന ശൈലിയാണ് ഉർവിലിന്റെ പ്രത്യേകത. വലിയ ഷോട്ടുകൾ അനായാസമായി കളിക്കാൻ താരത്തിന് സാധിക്കും. ഉർവിലിനെ ചെന്നൈ ടീം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ താരം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരമായി വിശേഷിപ്പിക്കപ്പെട്ട പൃഥ്വി ഷായാണ് IPLലൂടെ ഉയർത്തെഴുന്നേൽപ്പിനായി കാത്തിരിക്കുന്ന രണ്ടാമത്തെ താരം. ഏറെ നാളുകളായി അന്താരാഷ്ട്ര ക്രിക്കറ്റിന് പുറത്തായിരുന്നു പൃഥ്വി. പോയ സീസൺ IPLൽ ഡൽഹി റിലീസ് ചെയ്ത താരത്തെ ഒരു ഫ്രാഞ്ചൈസിയും വാങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. രഞ്ജിയിൽ മാത്രം ഒതുങ്ങിപ്പോയ പൃഥ്വിയെ ഇക്കുറി 75 ലക്ഷത്തിന് ഡൽഹി ക്യാപിറ്റൽസ് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. പെട്ടെന്ന് നേടിയ പ്രശസ്തിയിൽ മതിമറന്നു പോയ പൃഥ്വിക്ക് അമിതാത്മവിശ്വാസവും അലസമായ മത്സരങ്ങളെ സമീപിച്ചതുമാണ് തിരിച്ചടിയായി മാറിയത്. എന്നാൽ തനിക്ക് പറ്റിയ തെറ്റിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ കഠിന പരിശീലനങ്ങളിൽ മുഴുകിയ പൃഥ്വിക്ക് കഴിവ് തെളിയിക്കാൻ വീണ്ടും വേദി നൽകിയിരിക്കുകയാണ് ഡൽഹി. നെറ്റ്സിലെ അടക്കം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പൃഥ്വി ഞെട്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. T20 ലോകകപ്പ് സീസൺ അവസാനിച്ചതോടെ ശരിക്കും ലോട്ടറി അടിച്ച ഫീലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പകരക്കാരന്റെ റോളിൽ ടീമിലേക്ക് എത്തിയ സിംബാബ്വെയുടെ പേസ് ബൗളർ ബ്ലെസിംഗ് മുസറബാനിയാണ് അതിന് കാരണം. വെറും 75 ലക്ഷത്തിനാണ് മുസറബാനിയെ KKR സ്വന്തമാക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ T20 ലോകകപ്പിൽ മികച്ച ബോളിംഗ് പ്രകടനം നടത്തി കയ്യടി നേടിയ താരം കൂടിയാണ് മുസറബാനി. തന്റെ ഉയരക്കൂടുതലിനെ മുതലാക്കി പന്തെറിയുന്ന ബൗളർ കൂടിയാണ് അദ്ദേഹം. നന്നായി സ്ലോ പന്തുകളും ഷോർട്ട് ബോളുകളും എറിയാൻ ശേഷിയുള്ള മുസറബാനിയിൽ നിന്ന് തകർപ്പൻ പ്രകടനം തന്നെ ഇത്തവണ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്രതീക്ഷിത ഇമ്പാക്ട് സൃഷ്ടിക്കാൻ മുസറബാനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. മലയാളി താരം വിഷ്ണു വിനോദാണ് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പോകുന്ന മറ്റൊരു താരം. പഞ്ചാബ് കിങ്സിന് വേണ്ടിയാണ് വിഷ്ണു ജേഴ്സി അണിയുന്നത്. വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോകുന്ന താരങ്ങളിൽ ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇക്കുറി പഞ്ചാബ് കിങ്സ് വിഷ്ണുവിന് വിക്കറ്റ് കീപ്പർ റോൾ നൽകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അന്തിമ 11ൽ ഉറപ്പുള്ള വിഷ്ണുവിന് തന്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച അവസരം കൂടിയായി ഇതിനെ കണക്കാക്കാം. 95 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്ന വിഷ്ണു ഏറ്റവും മികച്ച പ്രകടനത്തോടെ ഇത്തവണ കസറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ മുംബൈ ഇന്ത്യൻസിനായി അടക്കം കളിച്ച മികവ് തെളിയിക്കാൻ വിഷ്ണുവിന് സാധിച്ചിട്ടുമുണ്ട്. വെറും 30 ലക്ഷം രൂപയ്ക്ക് CSK നിലനിർത്തിയ ആയുഷ് മാത്രയാണ് ഞെട്ടിക്കാൻ കെൽപ്പുള്ള മറ്റൊരു താരം. ഇന്ത്യയുടെ അണ്ടർ-19 ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രശസ്തനാണ് മാത്രേ. ഓപ്പണർ റോളിൽ ചെന്നൈക്ക് വിശ്വസിച്ച് ബാറ്റ് ഏൽപ്പിച്ചു വിടാൻ കഴിയുന്ന താരം. ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ഇന്ത്യൻ സീനിയർ ടീമിലെ നിർണായക റോള് പിടിക്കാൻ ഉറച്ചായിരിക്കും മാത്രേ ഇറങ്ങുക. ഇനി ഈ സീസണിൽ വലിയ തുക മുടക്കി എടുത്ത പല സൂപ്പർ താരങ്ങളും ഒരുപക്ഷെ നിരാശപ്പെടുത്തുമെന്ന കാര്യവും നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. നിലവിലെ പ്രകടനം ഒന്നും വിലയിരുത്താതെ മാർക്വി താരങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഫ്രാഞ്ചൈസികളെ ഇത്തവണയും നാം കണ്ടു. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം താരങ്ങൾക്കായി ഫ്രാഞ്ചൈസികൾ ഏതറ്റം വരെയും പോകും. ഒടുവിൽ ഗ്രൗണ്ടിലെ പ്രകടനം കാണുമ്പോഴായിരിക്കും പറ്റിപ്പോയ അമളിയെക്കുറിച്ച് ഇവർ തിരിച്ചറിയുക. മുൻ സീസണുകൾ എടുത്താൽ പലപ്പോഴും വലിയ തുക ലഭിക്കുന്ന വിദേശ താരങ്ങളാണ് പ്രതീക്ഷ കാക്കാനാകാതെ ഫ്ലോപ്പായി മാറിയിട്ടുള്ളത്. ഇക്കുറിയും കോടിക്കിലുക്കവുമായി എത്തിയവർ വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ലിസ്റ്റിലെ ആദ്യ പേര് കാമറൂൺ ഗ്രീനാണ്. കഴിഞ്ഞ സീസൺ IPLൽ പരിക്കിനെ തുടർന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന ഗ്രീനിന്റെ തിരിച്ചുവരവ് കൂടിയാണ് ഇത്തവണത്തെ സീസൺ. വൻ ഡിമാൻഡ് ആയിരുന്നു മിനി താരലേലത്തിൽ ഗ്രീനിന് ഉണ്ടായിരുന്നത്. ശക്തമായ ലേലം വിളിക്കൊടുവിൽ 25 കോടി 20 ലക്ഷം എന്ന അവിശ്വസനീയ വിലയ്ക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗ്രീനിനെ സ്വന്തമാക്കിയത്.
ക്രിക്കറ്റ് നിരീക്ഷകരടക്കം ആശ്ചര്യത്തോടെയാണ് കൊൽക്കത്തയുടെ ഈ നീക്കത്തെ നോക്കിക്കണ്ടത്. ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരവും ഗ്രീന് തന്നെയായിരുന്നു. ഇക്കഴിഞ്ഞ T20 ലോകകപ്പിൽ ഓസീസിനായി 3 ഇന്നിംഗ്സുകളിൽ നിന്നായി ഗ്രീൻ നേടിയത് വെറും 24 റൺസ് മാത്രമാണ്. ഇതിലൊരു മത്സരത്തിൽ ഡെക്കുമായിരുന്നു. 6.75 എന്ന മോശം ശരാശരിയിലായിരുന്നു താരത്തിന്റെ ബാറ്റിംഗ് പ്രകടനം. വൻതുക മുടക്കി ഗ്രീനിനെ സ്വന്തമാക്കിയ KKRനുള്ള ആദ്യ അടിയായിരുന്നു ലോകകപ്പിലെ ഗ്രീനിന്റെ നിറം മങ്ങിയ പ്രകടനം. 2023 മുംബൈ ഇന്ത്യൻസിനൊപ്പമാണ് ഗ്രീന് IPL അരങ്ങേറിയത്. കന്നി സീസണിൽ ശ്രദ്ധേയമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറികളും അടക്കം 50.22 ശരാശരിയിൽ 160.28 സ്ട്രൈക്ക് റേറ്റിൽ 452 റൺസ് ഗ്രീൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ 6 വിക്കറ്റുകളും സ്വന്തമാക്കിയിരുന്നു. തൊട്ടടുത്ത സീസണിൽ ഓസീസ് താരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനൊപ്പമായിരുന്നു. 13 ഇന്നിംഗ്സുകളിൽ നിന്നും 31.88 ശരാശരിയിൽ 255 റൺസാണ് സ്കോർ ചെയ്യാനായത്. പക്ഷേ പരിക്ക് മാറി തിരിച്ചെത്തിയ ശേഷം ഗ്രീനിന്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്ന് കാണാൻ സാധിക്കും. ലോകകപ്പിനടക്കം അടിസ്ഥാനപ്പെടുത്തി നിലവിലെ മോശം ഫോമും ഉയർന്ന പ്രതിഫലത്തിന്റെ സമ്മർദ്ദവും എല്ലാം കാരണം KKRൽ ഗ്രീൻ വൻ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. കൊൽക്കത്തയ്ക്ക് തന്നെ അബദ്ധമാകാൻ സാധ്യതയുള്ള മറ്റൊരു തീരുമാനമായിരുന്നു ജൂനിയർ മലിംഗ എന്നറിയപ്പെടുന്ന ശ്രീലങ്കൻ ഫാസ്റ്റ് ബൗളർ മനീഷ പതിരനയെ വലിയ തുകയ്ക്ക് വാങ്ങിയത്. ലേലത്തിൽ 18 കോടി രൂപയ്ക്കാണ് ശ്രീലങ്കൻ പേസറെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. പേസാക്രമണത്തിൽ KKRന് പതിരനയിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിലാണ് പതിരന അറിയപ്പെടുന്നത് തന്നെ. നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പേസാക്രമണത്തിൽ സജീവ പങ്കാളിയായിരുന്നു പതിരന. KKRൽ എത്തുമ്പോൾ പുതിയ വെല്ലുവിളിയാണ് പതിരനയെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ T20 ലോകകപ്പിനിടെ പരിക്കേറ്റത് താരത്തിന് തിരിച്ചടിയായിരുന്നു. ഓസ്ട്രേലിയയുമായുള്ള മത്സരത്തിനിടെയായിരുന്നു ഇത് സംഭവിച്ചത്. പരിക്ക് ഭേദമായി IPLലൂടെ താരം മടങ്ങിയെത്തുമ്പോൾ കൊടുത്ത പണത്തിന്റെ പ്രകടനം പതിരനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്ന ആശങ്ക കൊൽക്കത്തയ്ക്ക് നന്നായി ഉണ്ട്. പതിരനയുടെ ഫോമിന്റെയും ഫിറ്റ്നസിന്റെയും കാര്യത്തിലെല്ലാം വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ഉയർന്ന തുകയുടെ സമ്മർദ്ദവും താരത്തിന്റെ പ്രകടനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. IPLൽ ഇതിനോടകം 32 മത്സരങ്ങളിലാണ് പതിരന കളിച്ചിട്ടുള്ളത്. 8.68 ഇക്കണോമി റേറ്റിൽ 47 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ലിസ്റ്റിലെ അടുത്ത താരം ലിയാം ലിവിങ്സ്റ്റൺ ആണ്. വലിയ തുക മേടിച്ച് അതിനുള്ള പ്രകടനം കാഴ്ചവെക്കുമോ എന്ന ആശങ്ക ഉള്ള ഒരു താരം കൂടിയാണ് ലിവിങ്സ്റ്റൺ. ഇംഗ്ലണ്ടിന്റെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറാണ് അദ്ദേഹം. മോശം ഫോം കാരണം ദേശീയ ടീമിൽ പോലും സ്ഥാനം നഷ്ടമായതാണ് ലിവിങ്സ്റ്റണ്. ആ താരത്തെയാണ് 13 കോടി രൂപ മുടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്ര വലിയൊരു തുക ലിവിങ്സ്റ്റൺ അർഹിക്കുന്നുണ്ടോ എന്ന തുടക്കം മുതൽ ഉയർന്ന ചോദ്യമാണ്. ഇന്ത്യയിലെ സ്ലോ പിച്ചുകളിൽ സ്പിന്നർമാരെ നേരിടുമ്പോൾ പലപ്പോഴും പതറിയിട്ടുള്ള ബാറ്റർ കൂടിയാണ് അദ്ദേഹം. ആ നിലയ്ക്ക് IPLൽ എത്രമാത്രം താരത്തിന് തിളങ്ങാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. സമീപകാലത്തെ താരം കളിച്ച മത്സരങ്ങൾ നോക്കിയാൽ എല്ലാ ഫോർമാറ്റുകളിലും ലിവിങ്സ്റ്റന്റെ പ്രകടനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ IPLൽ RCBക്കായി 8 ഇന്നിംഗ്സുകളിൽ നിന്നും വെറും 112 റൺസ് മാത്രമേ ലിവിങ്സ്റ്റണ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. T20 ലോകകപ്പിൽ ഇടം ലഭിക്കാത്തത് കൊണ്ട് താരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രകടനം എങ്ങനെയാകുമെന്ന് വിലയിരുത്താനും കഴിയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലരുടെ ട്രാൻസ്ഫറുകളും ഫ്രാഞ്ചൈസികൾക്ക് നേട്ടമായി മാറിയിട്ടുണ്ട് ഈ സീസണിൽ. അതിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് തന്നെയാണ്. രവീന്ദ്ര ജഡേജയെയും സാം കരനെയും രാജസ്ഥാന് കൊടുത്താണ് സഞ്ജുവിനെ ചെന്നൈ വാങ്ങിയത്. 18 കോടി രൂപയ്ക്ക് സഞ്ജുവിനെ സ്വന്തമാക്കിയ ചെന്നൈക്ക് ആ തീരുമാനം തെറ്റിയില്ല എന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു സഞ്ജു ലോകകപ്പിൽ കാഴ്ചവെച്ചത്. എന്തായാലും ഈ സീസൺ IPL ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടുമെന്ന കാര്യം ഉറപ്പാണ്.